പഴയ നിയമത്തിലെ പൂർവ്വപിതാവായിരുന്ന യാക്കോബിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 3 ഇടങ്ങളിൽ കേന്ദ്രീകൃതമായ ഒരു ആത്മീയ യാത്രയും അതിനുശേഷം സ്വായത്തമാക്കിയ ദൈവാനുഭവവുമായിരുന്നു യാക്കോബിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം സമ്മാനിച്ച ആ 3 ഇടങ്ങളുടെ പേരുകൾ ബഥേൽ, പെനുവേൽ, ഏൽ ബഥേൽ എന്നിങ്ങനെയാണ്. യാക്കോബിൻ്റെ പിതാവായിരുന്ന ഇസഹാക്ക് കലഹങ്ങൾ ഇഷ്ടപ്പെടാത്ത പിതാവായിരുന്നുവെന്നും കലഹങ്ങളിൽ നിന്നും അകന്നു മാറിയിരുന്ന പിതാവായിരുന്നുവെന്നും നമ്മൾ ഇതിനു മുൻപ് ധ്യാനിച്ചിട്ടുണ്ട്. കലഹങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ട് തന്നെ പിതാവായ ഇസഹാക്ക് യാക്കോബിന് കൊടുക്കുന്ന ഒരു ഉപദേശം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായം 43 44 വാക്യങ്ങൾ. പിതാവായ ഇസഹാക്ക് യാക്കോബിനോട് പറയുന്നു, മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക. ഹാരാനിലുള്ള എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുക. നിന്റെ ജ്യേഷ്ഠൻ്റെ രോഷമടങ്ങുവോളം നീ അവിടെ താമസിക്കുക. ജ്യേഷ്ഠനായ ഏസാവിന് അനുജനായ യാക്കോബിനോട് അടങ്ങാത്ത രോഷം ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പിതാവായ ഇസഹാക്ക് യാക്കോബിന് കൊടുക്കുന്ന ഉപദേശമാണിത്. എന്താണ് ജ്യേഷ്ഠനായ ഏസാവിന് അനുജനായ യാക്കോബിനോട് അമർഷവും അടങ്ങാത്ത രോഷവും തോന്നാൻ കാരണം? തനിക്കർഹമായിരുന്ന കടിഞ്ഞൂൽ സ്ഥാനവും പ്രത്യേകമായ അനുഗ്രഹവും പിതാവിൽ നിന്നും അനുജനായ യാക്കോബ് തട്ടിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇതിൻ്റെ ഫലമായി മക്കൾക്കിടയിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ഒരു കലഹത്തിൻ്റെ അന്തരീക്ഷത്തെ ഒഴിവാക്കുന്നതിന് പിതാവായ ഇസഹാക്ക് എടുക്കുന്ന മനോഹരമായൊരു സ്റ്റെപ്പാണ് ബന്ധുവായ ലാബാൻ്റെ അടുത്തേക്ക് ഇളയ മകനായ യാക്കോബിനെ പറഞ്ഞു വിട്ടു എന്നുള്ളത്. ഉൽപ്പത്തി 28:10 നമ്മളിങ്ങനെ വായിക്കും, യാക്കോബ് ബേർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. ലാബാൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത്. പോകുന്ന വഴിക്കാണ് യാക്കോബിന് ഒരു ദർശനമുണ്ടാകുന്നത്. ഭൂമിയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ പിതാവായ അബ്രഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. നിന്നിലൂടെ നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവദൂതന്മാരെ കാണുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ യാക്കോബ് സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ച യാക്കോബിന് തിരിച്ചറിവുണ്ടാവുന്നു. യാക്കോബ് തിരിച്ചറിയുന്നു, ഇത് സ്വർഗത്തിൻ്റെ കവാടമാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്. സ്വർഗത്തിൻ്റെ കവാടവും ദൈവത്തിൻ്റെ ഭവനവുമായി ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ട ഇടത്തെ കണ്ടെത്തിയ യാക്കോബ് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. യാക്കോബിൻ്റെ ജീവിതത്തിലെ ആത്മീയ അനുഭവങ്ങളുടെ ദൈവാനുഭവത്തിൻ്റെ തുടക്കമാണിത്. ബഥേൽ, താമസിക്കുന്ന ഇടത്തെ, ദൈവത്തെ കണ്ടെത്തിയ ഇടത്തെ ബഥേൽ എന്ന്, ദൈവത്തിൻ്റെ വീട് എന്ന്, ദൈവത്തിൻ്റെ ഭവനമെന്ന് യാക്കോബ് തിരിച്ചറിഞ്ഞു തുടങ്ങുന്നിടത്താണ് യാക്കോബിൻ്റെ ദൈവാനുഭവം ആരംഭിക്കുന്നത്. യാക്കോബിൻ്റെ ആത്മീയ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഇടങ്ങളിൽ ഒന്ന് ഈ ബഥേലാണ്. നീണ്ട 20 വർഷങ്ങൾ ലാബാൻ്റെ വീട്ടിലായിരുന്ന യാക്കോബ് പിതാവിൻ്റെയും സഹോദരൻ്റെയും അടുത്തേക്ക് തിരികെ മടങ്ങുകയാണ്. തിരിച്ചുള്ള യാത്രയിലാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ ബഥേൽ അനുഭവത്തിന് ശേഷവും 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷവുമുണ്ടായ രൂപാന്തരീകരണവും ആത്മീയമായ പക്വതയും നമ്മൾ കണ്ടെത്തുന്നത്. സഹോദരനായ ഏസാവിനെ കാണുന്നതിന് മുൻപ് ദൂതന്മാരെ അയച്ച് യാക്കോബ് ഏസാവിനെ അറിയിക്കുന്ന ഒരു വാക്യം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ഉൽപ്പത്തി 32:4. ആ വാക്യം ഇങ്ങനെയാണ്, എൻ്റെ യജമാനനായ ഏസാവിനോട് നിങ്ങളിങ്ങനെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു. ഇപ്പോൾ യജമാനനായി ഏസാവിനെ അംഗീകരിക്കാനും സ്വയം ദാസനാണ് എന്നുള്ള തിരിച്ചറിവ് ഉള്ളിൽ സൂക്ഷിക്കാനും മാത്രം എളിമയും വിനയവും കുലീനതയും
പക്വതയും ഉള്ളവനായി യാക്കോബ് വളർന്നു. യാക്കോബ് ഏശാവിനെ അറിയിക്കാൻ ദൂതന്മാരോട് പറയുന്ന മറ്റൊരു വാക്യം ഇതാണ്. ഉൽപ്പത്തി 32:18. ഇവ അങ്ങയുടെ ദാസനായ യാക്കോബിൻ്റേതാണ്, യജമാനനായ ഏശാവിനുള്ള ഉപഹാരമാണിത്. വീണ്ടും ഏശാവിനെ യജമാനനായും സ്വയം ദാസനായും പ്രതിഷ്ഠിക്കാൻ മാത്രം 20 വർഷത്തെ ഇടവേള, ബഥേൽ ദൈവാനുഭവം യാക്കോബിനെ വളർത്തിയിട്ടുണ്ട്. ലാബാൻ്റെ വീട്ടിൽ നിന്നും തിരികെ മടങ്ങുന്ന യാക്കോബ് ഏശാവിനെ കാണുന്നതിന് മുൻപ് യാബോക്ക് എന്ന കടവ് കടക്കുന്നു. യാബോക്ക് കടവിൻ്റെ അക്കരെ ഭാര്യമാരെയും പരിചാരികമാരെയും മക്കളെയും പുഴ കടത്തി വിട്ടിട്ട് പുഴയുടെ ഇക്കരെ ഒരു രാത്രി മുഴുവൻ ദൈവവുമായി യാക്കോബ് മൽപ്പിടുത്തം നടത്തുന്നു. ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ആ രാത്രിയിൽ ദൈവത്തോട് യാക്കോബ് കേഴുന്നത് ഇങ്ങനെയാണ്: എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല. അനുഗ്രഹം ചോദിച്ചു വാങ്ങാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കേണ് പ്രാർത്ഥിക്കുന്ന യാക്കോബ്, ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. ഉൽപ്പത്തി 32:30. പെനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുഖം എന്നാണ്. ദൈവത്തിൻ്റെ മുഖം കണ്ടെത്തി ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ മുമ്പിൽ ധ്യാനനിമഗ്നനായി ദൈവാനുഗ്രഹം സമ്പാദിക്കുന്ന യാക്കോബ് തൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വളരുന്നു. ബഥേലിൽ നിന്ന് പെനുവേലിലേക്ക് ദൈവത്തിൻ്റെ മുഖം കണ്ട് സഹോദരനായ ഏശാവിൻ്റെ പക്കലേക്ക് യാത്രയാകാൻ മാത്രം യാക്കോബ് വളരുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ സ്ഥലമാണ് ഏൽ ബഥേൽ. ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായത്തിലാണ് ഈ സ്ഥലത്തിൻ്റെ സവിശേഷത നമ്മൾ കാണുന്നത്. 35-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് യാക്കോബിനോട് അരുളി ചെയ്യുന്നു, നീ ബഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. ഏശാവിനോട് രമ്യപ്പെട്ട് ഏശാവിനെ യജമാനനായി കണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് തങ്ങൾക്കിടയിലെ വൈരത്തിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കി സ്നേഹത്തിൻ്റെ ചരടിൽ സുഹൃത്ത് ബന്ധത്തെയും സഹോദരി ബന്ധത്തെയും വീണ്ടും കോർത്തിണക്കി. യാക്കോബ് ബഥേലിലേക്ക് പോയി അവിടെ ദൈവത്തിനൊരു ബലിപീഠം പണിതു. 35-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ യാക്കോബ് തൻ്റെ ചാർച്ചക്കാർക്കും ബന്ധുക്കൾക്കും കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അന്യദേവന്മാരെ ദൂരെ അകറ്റി കളയുക, ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക. ബഥേലിലേക്ക് പോകുന്നതിന് മുൻപ് ദൈവത്തെ ആദ്യമായി യാക്കോബ് അനുഭവിച്ച ഇടമായ ബഥേലിലേക്ക് പോകും മുമ്പ് തൻ്റെ ബന്ധുക്കൾക്ക് യാക്കോബ് കൊടുക്കുന്ന ഉപദേശമാണിത്. അന്യദേവന്മാരെ ദൂരെ അകറ്റുക, ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറ്റുക. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക, ജനതയും ജനതകളുടെ ഗണവും നിന്നിൽ നിന്നുത്ഭവിക്കും, രാജാക്കന്മാർ നിന്നിൽ നിന്ന് ജന്മമെടുക്കുമെന്നാണ് ദൈവമായ കർത്താവ് വീണ്ടും യാക്കോബിന് കൊടുക്കുന്ന ഉറപ്പ്. ഷെക്കേമിൽ വെച്ചാണ് അന്യദേവന്മാരുടെ വിഗ്രഹങ്ങൾ യാക്കോബ് കുഴിച്ചു മൂടുന്നത്. ഷെക്കേമിൽ അബ്രഹാം ദൈവത്തിന് ബലിപീഠം പണിത സ്ഥലമാണ്. ഷെക്കേമിൽ അബ്രഹാം ദൈവത്തിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച ഇടമാണ്. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കുമെന്ന് ജോഷുവ ഏറ്റുപറഞ്ഞ ഇടമാണ്. അവിടെ ബഥേലിൽ തിരികെ എത്തി ആ സ്ഥലത്തിന് യാക്കോബ് ഏൽ ബഥേൽ എന്ന് പേര് നൽകുന്നു. ദൈവത്തിൻ്റെ ഭവനം. ദൈവത്തിൻ്റെ ഭവനം തൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ, തൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളുടെ കണക്കുകളെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് ഏൽ ബഥേൽ എന്ന് പേരിട്ടു. ബഥേൽ, പെനുവേൽ, ഏൽ ബഥേൽ. ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള, വന്നുചേരാൻ സാധ്യതയുള്ള കലഹങ്ങളുടെയും വൈരങ്ങളുടെയും സാഹചര്യങ്ങളെ ഇല്ലാതാക്കി സ്നേഹത്തിൻ്റെ ചരടിൽ ബന്ധങ്ങളെ കോർത്തിണക്കാൻ ബഥേലും പെനുവേലും ഏൽ ബഥേലും യാക്കോബിൻ്റെ ദൈവാനുഭവവും നമ്മെ സഹായിക്കുന്നു.